നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കറിയാണ്. അതിന് കുറച്ച് സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ അതിന് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് വരെ ഇച്ചിരി തേങ്ങ തിരികിയതും കുറച്ച് പെരിഞ്ചീരകം. പിന്നെ ഇത് കറി വെക്കാൻ പോവാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു, മുളകിട്ടു, കുറച്ച് പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇട്ടു. ഇതൊന്ന് വാടി തുടങ്ങുമ്പോൾ പിന്നെ ഒരു ശകലം ഉപ്പ്, ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയും തന്നെ. അപ്പോൾ വാടി കഴിഞ്ഞിട്ട് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, അല്ലെങ്കിൽ 1/4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടി ഇട്ടൊന്ന് ഇളക്കി ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ, മൂത്തിട്ടുണ്ട്, ഇതിനകത്തോട് നമ്മൾ കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിളക്കി വേവിച്ച് വെച്ചേക്കുക. ഇതിനകത്ത് നല്ല വേവുള്ളതായതുകൊണ്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് വെച്ചേക്കുന്ന ഇതിൻ്റെ കൂടെ ഇടുക. ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിന് ഒരു ഇതാവുന്നുണ്ട്. ഇതിന് ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് പകരം ഞാൻ തേങ്ങ അരച്ച് കുറച്ച് മസാലയും കൂടെ അരച്ചതാണ് എന്നുള്ളത്. പെരിഞ്ചീരകം അരച്ച് കൂട്ടും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് എടുക്കാനായിട്ട് ഇത് പാകമായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലിന് പകരം ഞാൻ ഇച്ചിരി തേങ്ങ അരച്ചതാണ്. തേങ്ങയും പെരിഞ്ചീരവും കൂടെ അരച്ചതാണ്. നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനോ അല്ലെങ്കിൽ എൻ്റെ പുലാവിനും നല്ല ഫസ്റ്റ് കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കോളിഫ്ലവർ കറി കേട്ടോ. തിള വരുന്നതിന് മുമ്പ് ഒരു ചെറുതായിട്ട് തിള വരണം. ചെറുതായിട്ട് തിള വരുന്നതിന് മുമ്പ് നമുക്ക് വാങ്ങി അതിൻ്റെ ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി. വേറെയൊന്നും ചെയ്തിട്ടില്ല, പെരിഞ്ചീരകം മാത്രം. മസാലപ്പൊടി ഇട്ടെടുത്താൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.